Hello dears, welcome back to Sala Learning. It's me, Sri Bhama SB. ഹായ് മക്കളെ, എല്ലാവരും ഉഷാറായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിനെ പറ്റി ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ? സോ നമ്മുടെ 3rd ചാപ്റ്ററിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. സോ സെറ്റ് ആണല്ലോ. നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ ഒരു പേടിയും വേണ്ട, നമ്മൾ സിമ്പിളാക്കി റെഡിയാക്കി തരും. സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. സെറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ചസ് in a battery when it is connected to an emergency lamp? ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം ഇതിലേതാ? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആവണോ? ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ, ദെൻ ലൈറ്റ് ആൻഡ് കെമിക്കൽ എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി. ഏതാടാ വരാ? ദാ നോക്ക്, രാസോർജം ആദ്യം വൈദ്യുതോർജവും അത് പിന്നീട് പ്രകാശോർജമായിട്ട് മാറില്ലേ ചെയ്യുന്നത്? കെമിക്കൽ എനർജി. കാരണം ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബാറ്ററി എന്ന് പറയുമ്പോൾ അത് കെമിക്കൽ എനർജിയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമ്മൾ അത് എന്താക്കി മാറ്റുന്നുണ്ട്? നമ്മൾ കുത്തുന്നതിലൂടെ അത് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ വയർ കുത്തുമല്ലോ, അപ്പോൾ അത് എന്താക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി. ആൻഡ് ദെൻ നമ്മളത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ടാണ് വരുന്നത്? ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. സോ പ്രകാശോർജമായിട്ട് മാറുന്നു. സോ നമ്മുടെ സി എന്തായിട്ട് മാറി? ഇ ആയിട്ട് മാറി, ഇലക്ട്രിക്കൽ എനർജി. ആൻഡ് ദെൻ അത് ലൈറ്റ്, CEL എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാൻ. കോഡ് ഭാഷ പറഞ്ഞതാണ്. കോഡ് സിമ്പിളായിട്ട് CL എന്ന് പഠിച്ചു വെച്ചോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ എമർജൻസി ലാമ്പ്, ബാറ്ററി ഉപയോഗിച്ചുള്ള എമർജൻസി ലാമ്പിലുള്ള രാസമാറ്റങ്ങൾ മനസ്സിലായി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്? ഇതിൽ ഏതാണ് ഓപ്പൺ സർക്യൂട്ട്, തുറന്ന സർക്യൂട്ട് എന്നാണ് ചോദിക്കുന്നത്? ഫാൻ കറങ്ങുന്നു, റൊട്ടേഷൻ ഫാൻ ആണോ? കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു, എ ഡാമേജ് സെൽ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ആൻഡ് വർക്കിംഗ് ഓഫ് എ മിക്സി പ്രവർത്തിക്കുന്നു, ആൻഡ് ബൾബ് പ്രകാശിക്കുന്നു. ഏതാണ് മക്കളെ വരുന്നത്? നിങ്ങൾക്ക് ഈസി ആയിട്ട് ആലോചിച്ചറിയാം. ഫാൻ കറങ്ങുന്നത് തുറന്ന സർക്യൂട്ട് ആണോ? അങ്ങനെയാണെങ്കിൽ അടിച്ചു പോവില്ലേ ഗൈസ്? അല്ല. കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു, അത് കുറച്ച് സീനാണ് അല്ലേ? കേട് വന്ന് കിടക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് സീനാണ്. അവിടെയാണ് തുറന്ന സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുക. പരസ്പരം അത് എന്ത് ചെയ്തിട്ടില്ല? കണക്ട് ചെയ്തോ ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാ സിസ്റ്റം നമ്മൾ ക്ലോസ് ചെയ്യണം അല്ലേ? ഇപ്പോൾ ഫാൻ കറങ്ങുന്നതും മിക്സി പ്രവർത്തിക്കുന്നതും ബൾബ് പ്രകാശിക്കുന്നതും ഒക്കെ എന്താണ്? അതൊക്കെ ഒരു നമുക്ക് ക്ലോസ്ഡ് സർക്യൂട്ടിൽ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തുറന്ന സർക്യൂട്ടിലേ പറയാൻ പറ്റൂ. അപ്പോൾ കേട് വന്നു എന്നൊക്കെ ഉള്ളത് ഭയങ്കര സീനാണ്. കേട് വന്നുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഷോക്ക് അടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ അതും സെറ്റായി. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം വെയർ ഡു ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ഇറ്റ്സ് വർക്കിംഗ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് നിങ്ങൾ പറയുക? സോളാർ പാനൽ ആണോ, ഡീസൽ ആണോ, പെട്രോൾ ആണോ, കൽക്കരി ആണോ? എയർപോർട്ടിൽ പോയിട്ടുള്ള മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എയർപോർട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കുറേ കട്ടയായിട്ട് കുറേ സോളാർ പാനൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോളാർ പാനൽ നിങ്ങൾ ഈ ഗൾഫിലോട്ടൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പോൾ കുറേ ഇങ്ങനെ സോളാർ പാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാ നോക്കുക, ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വൈദ്യുതി അതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സോളാർ എനർജി ആകുമ്പോൾ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അല്ലേ? സൂര്യൻ ഒരിക്കലും നിന്ന് പോവില്ലല്ലോ, എപ്പോഴും സൂര്യൻ ഉണ്ടാവും. സോ അവിടെ നമുക്കത് യൂസ് ചെയ്യാം. സെറ്റാണല്ലോ, റെഡി ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംടൈം ദർ ഇസ് എ പവർ ഷോർട്ടേജ് ഇൻ കേരള ഡ്യൂറിങ് സമ്മർ സീസൺ. വൈ? കേരളത്തിൽ വേനൽക്കാലത്ത് ചിലപ്പോൾ വൈദ്യുത ക്ഷാമം ഉണ്ടാവുന്നു. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആരെയാടാ? ഈ ഡാമിൽ, അതുപോലെ തന്നെ പല സ്ഥലത്ത് തടയണ, അങ്ങനെയുള്ള പല ഇതിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്. എന്ന് വെച്ചാൽ ഹൈഡ്രോ പവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോ പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജലസംഭരണികളിൽ നിന്നും അതുപോലെ ജലത്തിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ട് വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ സീൻ എന്താ? നമ്മുടെ പുഴ വറ്റി തുടങ്ങും, കിണർ വറ്റി തുടങ്ങും, അതുപോലെ കുളം വറ്റി തുടങ്ങും, ഡാമുകളൊക്കെ ഉണ്ടാവും വറ്റി വരളാൻ തുടങ്ങും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ആവുന്ന സമയത്ത് നമ്മുടെ ഹൈഡ്രോ തെർമൽ പവർ നമുക്ക് കിട്ടില്ല. ആ ഹൈഡ്രോ പവറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ഇലക്ട്രിസിറ്റി ജനറേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി
ആക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് സമ്മർ സീസണിൻ്റെ സമയത്ത് നമുക്ക് എന്തില്ല എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ടേജ് ആണ്, ഭയങ്കര പൈസ കൂടും, കറണ്ടിന് പൈസ കൂടും. കാരണം നമുക്ക് അത് ഉൽപ്പാദിപ്പിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളിപ്പോൾ കുറേയൊക്കെ ഈ കാറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോ തെർമൽ പവറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റാം, വേനൽക്കാലാവുന്ന സമയത്ത് കറണ്ട് ബില്ല് കൂടും ഇല്ലേ. കറണ്ട് ബില്ലിൻ്റെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, കുറഞ്ഞ അളവിൽ മാത്രം വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ട്? എ പേഴ്സൺ is standing in water and electric line breaks and fall into the water. Is the person likely to get an electric shock? Give reason എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് റീസൺ, എന്തുകൊണ്ടാണ് അങ്ങനെ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നത്? സാധ്യതയുണ്ട്, ഓഫ് കോഴ്സ്. നിങ്ങൾക്കറിയാം വെള്ളത്തിൽ എന്തുണ്ട്, വെള്ളത്തിന് ഷോക്ക് ഏൽക്കും. വെള്ളത്തിൽ നിന്ന് ഷോക്ക് ഏറ്റ് മരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ചില സമയത്ത് എന്താ വൈദ്യുത ലൈനൊക്കെ പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ ആ വെള്ളത്തിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കഥ തീർന്നത് തന്നെ അല്ലേ. അപ്പോൾ എന്താണ് അതിൽ നിന്ന് പറയുന്നത്? നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന ആൾ കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. സോ അതുകൊണ്ട് വാട്ടറിൽ നിന്ന് ഷുവറായിട്ടും ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പൊട്ടി വീണ കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് കൂടെ നമ്മൾ നടക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള റീസണും അതാണ്. സോ അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളാം മക്കളെ, നമ്മൾ വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ ദാറ്റ്സ് വൈ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കുറേ ക്വസ്റ്റ്യൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തുറന്ന സർക്യൂട്ട് ചിത്രം നിരീക്ഷിക്കൂ. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ് മുമ്പത്തിൽ പറഞ്ഞല്ലേ, മാറിപ്പോയി. ഓക്കെ, ഇതിനെ അടഞ്ഞ സർക്യൂട്ടാക്കി മാറ്റി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കൂ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ആൻ ഓപ്പൺ സർക്യൂട്ട്, കൺവേർട്ട് ഇൻ ടു ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിമ്പിൾസ് വരച്ച് ഡ്രോ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. പറഞ്ഞോ, എന്തായിരിക്കുമല്ലോ വരിക? ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇതാ നോക്കുക, ഈ പറയുന്ന വയർ ഇതുവരെ ഉള്ളൂ, ബാക്കി ഇങ്ങോട്ടേക്ക് കണക്റ്റ് ആയില്ല. ബാറ്ററി ആയിട്ട് കണക്റ്റ് ആവേണ്ടേ? ഏതൊരു സാധനം നമ്മളിവിടെ എടുത്താൽ ഇത് ബാറ്ററി ആണല്ലോ, ബാറ്ററി ആയിട്ട് അത് കണക്റ്റ് ആയേ പറ്റുള്ളൂ അല്ലേ. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൾബ് പ്രകാശിക്കണം, മിന്നി മിന്നി തിളങ്ങണം നമ്മുടെ ബൾബ്. സോ പ്രകാശിക്കും വേണം, അതുപോലെ ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട് മാറണം. അപ്പോൾ അതുകൊണ്ട് വയറെല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് ബാറ്ററി ആയിട്ട് അതിൻ്റെ ടെർമിനൽസ് കണക്ട് ചെയ്താൽ മാത്രമേ അവിടെ ലൈറ്റ് പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ബൾബ് പ്രകാശിക്കുന്നു. അതോടൊപ്പം നമുക്കിത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയർ കുറച്ച് എക്സ്റ്റെൻഡും ചെയ്യാം. ഇതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ക്ലോസ്ഡ് സർക്യൂട്ടാക്കി മാറ്റാൻ വേണ്ടി പറ്റും. സെറ്റാണല്ലോ, റെഡി ആണല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് മക്കളെ. സോ യു വിൽ ഡെഫിനറ്റ്ലി എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡ്രീം ബിഗ് ആൻഡ് ഡ്രീം ഹൈ ആൻഡ് ഓൾസോ വർക്ക് ഫോർ ദാറ്റ്. ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓണപ്പരീക്ഷയാണ്, ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. അടുത്ത വീഡിയോ കാണാം, അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്.